ഏക സിവിൽ കോഡ് തുല്യതയ്ക്ക് വേണ്ടി ഉത്തരാഖണ്ഡിൽ പാസാക്കി. എന്നാൽ തുല്യതയില്ല എന്ന് മാത്രമല്ല, അപൂർണമായിരിക്കുന്ന നിയമമായിട്ട് ഇതിനെ ഇപ്പോൾ വിമർശിക്കപ്പെടുകയും ചെയ്യുന്നു. എന്താണ് തുല്യതാ നിയമ വ്യവസ്ഥ ഈ ഏക സിവിൽ കോഡ് എന്ന് പറയുന്ന സംവിധാനത്തിൽ വരുന്നത് എന്നുള്ളതും, എന്താണ് ഇപ്പോൾ അപൂർണമായിരിക്കുന്ന നടപടികൾ അല്ലെങ്കിൽ നിയമമാണ് ഇതിനകത്തുള്ളത് എന്നുള്ളതും പറയാനുള്ള കാരണത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. വിവാഹവും വിവാഹാനന്തരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സ്വത്തവകാശവും അതിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പ്രധാനമായ രീതിയിൽ ഇതിൽ പരാമർശിക്കുന്നത്. അതിലൊന്ന്, സ്ത്രീക്ക് 18 വയസ്സും പുരുഷന് 21 വയസ്സും ഉണ്ടെങ്കിലാണ് വിവാഹം കഴിക്കാൻ പറ്റുക എന്ന് പറയുന്നു. അവിടെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നിലനിൽക്കുന്നു. 18 വയസ്സ് സ്ത്രീക്കും 21 വയസ്സ് പുരുഷനും എന്നുള്ളത് രാജ്യത്തിന്റെ വിവാഹ നിയമ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നീട് അത് ഏക സിവിൽ കോഡ്, ഏകീകൃതമായിരിക്കുന്ന ഒരു സിവിൽ നിയമത്തിന്റെ ഭാഗമായിട്ട് വരണമെങ്കിൽ സ്ത്രീക്കും പുരുഷനും തുല്യമായിരിക്കുന്ന വിവാഹ വയസ്സ് നിശ്ചയിക്കണം. അതിലിവിടെ ഇല്ല എന്നുള്ളതാണ്. സ്ത്രീ എങ്ങനെ 18 വയസ്സും പുരുഷൻ എങ്ങനെ 21 വയസ്സും ആകും? നമ്മുടെ രാജ്യത്തിലെ ജനാധിപത്യ പ്രക്രിയ പ്രകാരം വോട്ടവകാശം നൽകുന്നത് രാജ്യത്തിലെ പൗരന്മാരെ 18 വയസ്സ് പൂർത്തിയാകുന്ന സമയത്താണ്. അതാണ് യഥാർത്ഥത്തിൽ തുല്യത എന്ന് പറയുന്നത്. അതിൽ സ്ത്രീയെയും പുരുഷനെയും വേർതിരിച്ചിട്ടൊന്നുമില്ല. 18 വയസ്സ് പൂർത്തീകരിക്കപ്പെട്ട ഏതൊരു ഇന്ത്യൻ പൗരനും വോട്ടവകാശം ചെയ്യാനുള്ള നിയമമുണ്ട്. ആ ഒരു പൂർണ്ണത പോലും യഥാർത്ഥത്തിൽ സിവിൽ കോഡ് നിയമത്തിൽ, ഉത്തരാഖണ്ഡിൽ പാസ്സാക്കിയിരിക്കുന്ന സിവിൽ കോഡ് നിയമത്തിൽ ഇല്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പോരായ്മ. പിന്നീട് അത് രണ്ടാമത്തെ പറയുന്നത്, ഏത് മതാചാര പ്രകാരവും വിവാഹം നടത്താൻ അതിൽ വ്യവസ്ഥ ചെയ്യുന്നു. അത് പിന്നെ നിലവിൽ ആദ്യം ഉള്ളത് തന്നെയാണ്. ഏത് മുസ്ലിം മതവിശ്വാസികൾ അവരുടെ ആചാരപ്രകാരവും, ഹിന്ദു മതവിശ്വാസികൾ അവരുടെ ആചാരപ്രകാരവും, മറ്റുള്ള മതവിശ്വാസികൾ അവരുടെ ആചാരപ്രകാരം വിവാഹം ചെയ്യാൻ അതിൽ വ്യവസ്ഥ ചെയ്യുന്നു. പിന്നീട് അതിൽ പറയുന്ന കാര്യം എന്താ? അത് രജിസ്റ്റർ ചെയ്യൽ നിർബന്ധമാണ്. വിവാഹ ആക്ട് വിവാഹം രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത് 2008 സുപ്രീം കോടതി നിയമവ്യവസ്ഥയിൽ കൃത്യമായ രീതിയിൽ പരാമർശിച്ചതാണ്. വിവാഹം രജിസ്റ്റർ ചെയ്യൽ നിർബന്ധമാണ്. അത് പ്രത്യേകമായ രീതിയിൽ ഏക സിവിൽ കോഡിന്റെ ഭാഗമായിട്ട് പരാമർശിക്കേണ്ട കാര്യമില്ല. മാത്രവുമല്ല, ഓരോരോ മതാചാര പ്രകാരം വിവാഹം ചെയ്യുകയാണെങ്കിൽ ഇതിന് പിന്നെ ഏക സിവിൽ കോഡ് എന്ന് പറയാൻ വേണ്ടി പറ്റുകയില്ല. അതിനോടനുബന്ധിച്ച് പറയുന്നു, അച്ഛൻ അമ്മ പോലെയുള്ള രക്തബന്ധത്തിൽപ്പെട്ടവരുമായിട്ടുള്ള വിവാഹബന്ധം തടസ്സപ്പെടുത്തുന്ന ഒരു രീതി. അത് യഥാർത്ഥത്തിൽ മതവിശ്വാസമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യമാണ്. മുറപ്പെണ്ണിന് പോലും വിവാഹം കഴിക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം ഇതിനാൽ ഉണ്ടാകും എന്നുള്ളൊരു പരാമർശം ഇപ്പൊ തന്നെ ഉയർന്നു പൊന്തിരിക്കുന്നു. പിന്നെ വിവാഹ മോചനത്തെക്കുറിച്ച് പറയുന്നു. ഭാര്യയും ഭർത്താവും ഏതെങ്കിലും തരത്തിൽ മതം മാറുകയാണെങ്കിൽ, ആരെങ്കിലും ഒരാൾ മതം മാറുകയാണെങ്കിൽ മാത്രമാണ് വിവാഹമോചനം സാധ്യമാകുന്നത് എന്നുള്ളത്. അപ്പൊ ഈ വിവാഹമോചനം കിട്ടണമെങ്കിൽ സ്വാഭാവികപരമായ രീതിയിൽ ഒരു മതം മാറ്റം ഉണ്ടാകുന്നു എന്ന് ഒരു രേഖ ഉണ്ടാക്കിയാൽ മതി, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് അവർ പറഞ്ഞാൽ മതി. അപ്പൊ തന്നെ അത് അപൂർണമായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. വിവാഹമോചനത്തോടനുബന്ധിച്ച് തന്നെ മറ്റൊരു കാര്യം പറയുന്നത്, ജാതിമാറ്റ വിവാഹം ഇതിന്റെ പരാമർശമായിട്ട് വരുന്നതാണ്. മേൽഭാഗത്ത് പറയുന്നു, ഓരോരോ ജാതി വിഭാഗങ്ങൾ അല്ലെങ്കിൽ മതവിഭാഗങ്ങൾ അവരുടെ അനുഷ്ഠാന പ്രകാരം തന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി പറ്റും. മറ്റൊരു ഭാഗത്ത് പറയുന്നത് ജാതിമാറ്റ വിവാഹത്തിന് കാരണങ്ങൾ ബോധിപ്പിക്കണം, അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് പറയുന്നു. പിന്നീട് വിവാഹം കഴിച്ച ഭാര്യയും ഭർത്താവും താമസിക്കുന്ന തരത്തിൽ വിവാഹം കഴിക്കാത്ത സ്ത്രീക്കും പുരുഷനും താമസിക്കാൻ വേണ്ടി പറ്റണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? രേഖ സമർപ്പിക്കണം എന്നുള്ളതാണ്. രജിസ്റ്റർ ചെയ്യപ്പെട്ട രേഖ, ഒരു സ്ത്രീയും ഒരു പുരുഷനും എവിടെയെങ്കിലും താമസിക്കണമെങ്കിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു രേഖ ഹാജരാക്കുകയും, അതായത് വിവാഹ സർട്ടിഫിക്കറ്റ് പോലെയുള്ള ഒരു രേഖ ഹാജരാക്കുകയും, അങ്ങനെ ആക്കാതിരിക്കുന്ന സമയത്ത് 3 മാസ ശിക്ഷ അനുഭവിക്കുകയും വേണം. തുടർന്ന് പറയുന്നു, ഈ സ്ത്രീക്ക് ചെലവിന് കൊടുക്കാൻ വേണ്ടി ഈ പുരുഷന് ബാധ്യസ്ഥതയുണ്ട് എന്നുള്ളത്. ബാധ്യമായിരിക്കുന്ന രീതിയിൽ ചെലവിന് കൊടുക്കുകയും വേണം. അത് ഭാര്യക്ക് ഭർത്താവ് ചെലവിന് കൊടുക്കുന്ന പോലെ തന്നെ വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ ചെലവിന് കൊടുക്കണം എന്ന് പറയുന്നു. പിന്നീട് പോരായ്മകളായിട്ട് പറയുന്നത്, ഗോത്ര വിഭാഗക്കാരെയും ആദിവാസികളെയും ഏക സിവിൽ കോഡിന്റെ ഈ നിയമ സംവിധാനത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. അപ്പൊ തന്നെ ഏക സിവിൽ കോഡ് ആകുന്നില്ലല്ലോ. എല്ലാ വിഭാഗങ്ങളെയും സംയുക്തമായി ചേർന്നുകൊണ്ടുള്ള നിയമവ്യവസ്ഥ ഉണ്ടാക്കുകയും ആ വ്യവസ്ഥയുടെ പ്രഖ്യാപനം നടത്തുകയും ചെയ്യുന്ന സമയത്ത് മാത്രമേ ഏക സിവിൽ കോഡ് ആകുന്നുള്ളൂ. പറയുന്നത് ഗോത്ര വിഭാഗക്കാർ ഇതിന് ബാധകമല്ല, ആദിവാസി വിഭാഗങ്ങൾ ഇതിന് ബാധകമല്ല, അവരെ ഒഴിവാക്കിക്കൊണ്ട് പിന്നീട് ഉണ്ടാക്കിയതിൽ തന്നെ 18 വയസ്സും 21 വയസ്സുമായ അപൂർണമായിരിക്കുന്ന വയസ്സിന്റെ കാര്യങ്ങളും പറയുന്നു.
പിന്നെ ഇതിന്റെ ഒരു തുടർച്ച ഒരു ഇതിന് തുടർച്ച പറയുന്നത് ഉത്തരാഖണ്ഡിൽ ഉൾപ്പെട്ട ആളുകൾ എവിടെ താമസിച്ചാലും ഈ നിയമത്തിന് ബാധകമാണ് എന്നുള്ളതാണ്. അപ്പൊ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു ഫെഡറൽ നിയമ സംവിധാനത്തിൽ നിലനിൽക്കുന്ന ഒരു രാജ്യത്തിന്റെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ താമസിക്കുന്നവർക്ക് വ്യത്യസ്തമായ നിലപാട് എന്ന് പറഞ്ഞാൽ ഇത് ഭരണഘടനയിൽ ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു വിഷയമായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. അപ്പൊ രാഷ്ട്രീയമായ രീതിയിൽ വലിയ കോളിളക്കം ഉണ്ടായി. യഥാർത്ഥത്തിൽ ഡൽഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇതിൽ നിന്ന് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയാണ് യഥാർത്ഥത്തിൽ BJP ഇതിൽ ലക്ഷ്യം വെച്ചത് എന്ന് വേണമെങ്കിൽ ഏറെക്കുറെ പറയാൻ വേണ്ടി പറ്റും. എന്നാൽ ഇതിന് വലിയ രീതിയിലുള്ള പ്രാധാന്യമോ ചർച്ചയോ വിവാദമോ ഉണ്ടാവാത്തതും യഥാർത്ഥത്തിൽ ഉത്തരാഖണ്ഡ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കിയിരിക്കുകയാണ്. കാരണം ഇതൊന്നും ഒരു മതത്തെ ബാധിക്കപ്പെടുന്ന വിഷയമല്ല. ഇതെല്ലാം അപൂർണമാണ്. വ്യത്യസ്ത ഗോത്രങ്ങളും വംശീയയും ഭാഷയും ജാതികളും ഉള്ള ഒരു ദേശമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം. ഒരേ നിയമവ്യവസ്ഥയും ഒരേ സംവിധാനവും ഒരേ ഭാഷയും ഒരേ സംസ്കാരവും ഒരേ രീതികളും അല്ലെങ്കിൽ ഒരു മതവിശ്വാസത്തിന്റെ ഒരേ രീതിയിലെയും പിന്തുടർച്ച ഉള്ളവരല്ലാത്തതിനാൽ അവർക്കൊക്കെ വ്യത്യസ്തമായ രീതിയിലും വ്യത്യസ്തമായ രൂപത്തിലും അവരുടെ വിശ്വാസത്തിന്റെയും ആചാരപ്രകാരവും ജീവിക്കാൻ രാജ്യത്തിന്റെ ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്നു. ഇതിനൊരു ഏകോപനം ഉണ്ടാക്കി ഇന്ത്യാടിസ്ഥാനത്തിൽ ഒരു ഏക സിവിൽ കോഡ് നിയമം നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ അപൂർണമാണ്. അതിൽ നിന്ന് പല വിഭാഗത്തെ ഒഴിവാക്കേണ്ടി വരും, ചിലയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. ചില വിഭാഗം അത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയിൽ പോയി എന്ന് വരും. സുപ്രീം കോടതി അവർക്ക് അനുകൂലമായിരിക്കുന്ന വിധി പ്രസ്താവന കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ യഥാർത്ഥത്തിൽ അപൂർണമായിരിക്കുന്ന യഥാർത്ഥത്തിൽ ഒരു തുല്യതയും ഇല്ലാത്ത സംവിധാനമാണ് ഏക സിവിൽ കോഡ് എന്ന തരത്തിൽ ഉത്തരാഖണ്ഡിൽ അവതരിപ്പിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.